നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഭാസന്മാരുടെ പാർട്ടിയായി മാറി എന്നുള്ളതാണ് സത്യം. കള്ളന്മാരും കൊള്ളക്കാരും തട്ടിപ്പുകാരും പെണ്ണുപിടിയന്മാരുടെ ഒരു സങ്കേതമായി ഈ പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മുമ്പൊക്കെ ഈ പാർട്ടിയിൽ സദാചാര വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്ന ഒരാളെയും അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് നിർത്താറില്ല. മാത്രമല്ല, പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് അഴിമതിക്കാരും അതേപോലെയുള്ള ഇത്തരം തട്ടിപ്പ് നടത്തുന്നവരെയും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിർത്താൻ പാടില്ല, അനുഭാവികളായി തുടരാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഭരണഘടനയിൽ തന്നെ പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി കൃത്യവും സത്യവുമാണ്. അദ്ദേഹം ലാവ്ലിൻ കേസിൽ 300 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയെന്നുള്ള കൃത്യമായ തെളിവുകളാണ് ക്രൈം 2005 ഫെബ്രുവരി മാസത്തിൽ തന്നെ പുറത്തുവിട്ടത്. അതിൻ്റെ പേരിലാണ് ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ചത്. ആരാണ് കത്തിച്ചത്? പിണറായി വിജയൻ്റെ സിൽബന്തിയായി വന്നത് കോഴിക്കോട് നിന്ന് പാളയം ഏരിയ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളാണ്. എൻ്റെ ഓഫീസ് കത്തിക്കുക മാത്രമല്ല, അവിടെയുള്ള ജീവനക്കാരെ മർദ്ദിക്കുക മാത്രമല്ല, അവിടെ നിന്ന് വിലപ്പെട്ട രേഖകൾ, അതായത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും അതേപോലെ പിണറായി വിജയൻ്റെ വിദേശത്തുള്ള ഇടപാടുകളുടെ വ്യക്തമായ രേഖകളും കടത്തിക്കൊണ്ടുപോയി. എനിക്ക് ഈ ബാലാനന്ദനായിരുന്നു ഈ രേഖകളെല്ലാം നൽകിയിരുന്നത്. എങ്ങനെയാണ് 300 കോടി രൂപ തട്ടിപ്പ് നടത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ തട്ടിപ്പ് നടത്തിയതിന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. അതായത് വെറും 100 കോടി രൂപയ്ക്ക് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ പൂർത്തിയാക്കാമെന്ന്, അതും ഇന്ത്യയിലെ നവരത്ന സ്ഥാപനമായ ബെൽ എന്ന് പറയുന്ന കമ്പനി പൂർത്തീകരിക്കുമെന്നും ആവശ്യമായ മെറ്റീരിയൽസും സപ്ലൈ ചെയ്യുമെന്നും അവർ സർവീസ് നടത്തുമെന്നും അവർ അറ്റകുറ്റപ്പണികൾ തീർക്കും, പുനരുദ്ധാരണം നടത്തും, മാത്രമല്ല ലോൺ അവർ ശരിയായി കൊടുക്കും വെറും 2% പലിശയ്ക്ക്. എന്നാൽ 9% പലിശയ്ക്കാണ് പിണറായി വിജയൻ വിദേശത്ത് പോയി ലാവ്ലിൻ കമ്പനിയുമായി ധാരണയാക്കിയത്. ഒരു കമ്പനിയല്ലാത്ത, പ്രൊഡക്ഷൻ കമ്പനിയല്ലാത്ത കമ്പനിയോട് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനുള്ള കരാർ അദ്ദേഹം ഉണ്ടാക്കി. എങ്ങനെ? അതിനു മുമ്പത്തെ ഭരണത്തിൽ നമ്മൾ കാർത്തികേയൻ മന്ത്രിയായപ്പോൾ ഒരു കൺസൾട്ടൻസി കരാർ ഉണ്ടാക്കിയിരുന്നു. കരാറല്ല, ഒരു MOU. യാതൊരു വാല്യൂ ഇല്ല, വലിച്ചെറിയാവുന്ന ഒരു വാല്യൂ ആയിരുന്നു ഉള്ള സാധനം. കേരള ഗവൺമെൻറ് അംഗീകരിച്ചില്ല, ഇലക്ട്രിസിറ്റി ബോർഡ് അംഗീകരിച്ചില്ല, കേന്ദ്ര പവർ അതോറിറ്റി അംഗീകരിക്കാത്ത ആ സാധനം ഒരു വെറും പേപ്പറാണ്. കാരണം 5 പൈസ കൊടുത്തിട്ടില്ല ഗവൺമെൻറ്. അതാണ് MOU എന്ന് പറയുന്നത്. ഈ MOU എടുത്ത് പിണറായി വിജയൻ ഇലക്ഷൻ സമയത്ത് 2 കോടി രൂപ ആദ്യം അവരോട് മേടിച്ച ശേഷം, കൈക്കൂലി മേടിച്ച ശേഷം 1996 ഒക്ടോബർ മാസത്തിൽ ലാവ്ലിൻ കമ്പനിയുടെ കാനഡയിൽ പോയി സന്ദർശിക്കുന്നു ദിലീപ് രാഹുൽ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ക്രിമിനലോടൊപ്പം. പിന്നീട് 1997 ജനുവരി 10 എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. എത്രയ്ക്ക്? 278 കോടി രൂപയ്ക്ക്. അതായത് 24 കോടി രൂപ കൺസൾട്ടൻസി കരാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് 278 കോടി രൂപയ്ക്ക് എഗ്രിമെൻ്റ് ഇങ്ങനെ ഒപ്പിടുമ്പോൾ ആദ്യം ടെൻഡർ വിളിക്കണം, ആഗോള ടെൻഡർ വിളിക്കണം. അങ്ങനെ സംഭവമില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് അംഗീകാരമാണ്, അതില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് അംഗീകാരമാണ്, അതില്ല. പിന്നെയോ കേന്ദ്ര ഗവൺമെൻറ് പവർ അതോറിറ്റിയുടെ അംഗീകാരം, അതുമില്ല. പിന്നെ എങ്ങനെയാണ്? അതിലപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ് ഈ ബാലാനന്ദൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. അതായത് കേരളത്തിലെ വിദ്യുച്ഛക്തി ക്ഷാമം എങ്ങനെ പരിഹരിക്കാം, അതിൽ 100.5 കോടി രൂപയ്ക്ക് ഈ പറയുന്ന ബെൽ എന്ന് പറയുന്ന സ്ഥാപനം, ഈ കമ്പനി എല്ലാം പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 278 കോടിക്ക് മാറുമ്പോൾ 178 കോടി രൂപയാണ് അധികമായിട്ട് കൊടുക്കുന്നത്. ആർക്ക്? ലാവ്ലിൻ കമ്പനിക്ക്. അതും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വളരെ ഉപയോഗശൂന്യമായ പെൻ സ്റ്റോക്ക് പൈപ്പുകളും അതേപോലെ ജനറേറ്റർ അടക്കമുള്ള സാധനങ്ങളാണ് അവർ സപ്ലൈ ചെയ്തത്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ പിന്നീട് പള്ളിവാസൽ പദ്ധതികളിൽ വലിയ പൊട്ടലൊക്കെ ഉണ്ടായിട്ട് വെള്ളം പൊട്ടിത്തെറിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവർ സപ്ലൈ ചെയ്ത സാധനമാണ്. അപ്പോൾ ഇതിലൂടെ പിണറായി വിജയൻ 178 കോടി രൂപയാണ് അടിച്ചെടുത്തത്. അതുമാത്രമല്ല, ഈ കരാർ ചെയ്യുമ്പോൾ തന്നെ കനേഡിയൻ ഗവൺമെൻറ് ഇങ്ങനെ സംഭാവന കൊടുക്കും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. ആ സംഭാവന അവർ അറേഞ്ച് ചെയ്തു. അങ്ങനെ 98.3 കോടി രൂപ മലബാറിലെ ക്യാൻസർ രോഗികൾക്കായി മലബാർ ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം അന്ന് പ്ലാൻ ചെയ്തു. അതിൽ 98.3 കോടി രൂപയിൽ എത്ര കോടി രൂപയാണ് അക്കൗണ്ടിലേക്ക് വന്നത്? എവിടുത്തെ അക്കൗണ്ടിലേക്ക്? ടെക്നിക്കാലിയ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഒരു ബിനാമി സ്ഥാപനം ചെന്നൈയിലുണ്ട്, അതിലേക്ക്. നിയമപ്രകാരം അങ്ങനെ അയക്കാൻ പാടില്ല. ഈ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ പ്രത്യേക അക്കൗണ്ടിലേക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം വരാൻ പാടുള്ളൂ. അതിൽ വെറും അവിടെ എത്രയാണോ പൈസ മലബാർ ക്യാൻസർ സെൻ്റർ നിക്ഷേപം, ആ പൈസ മാത്രമേ വരുള്ളൂ. 12 കോടി രൂപ ടെക്നിക്കാലിയിലേക്ക് വന്നിട്ട് അതിൽ 8.25 കോടി രൂപ ചിലവാക്കിയുള്ളൂ എന്ന് റെക്കോർഡുണ്ട്. അതിൽ തന്നെ എത്ര രൂപ കമ്മീഷൻ പിണറായി വിജയന് കൊടുത്തു എന്ന് നമുക്കറിയില്ല. എന്തായാലും പിണറായി വിജയൻ അതിലൂടെ അടിച്ചെടുത്ത് അത് മാത്രമല്ല,
75 കോടി രൂപയാണ് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് സിംഗപ്പൂരിലേക്ക് വന്നത്. മകൻ വിവേക് തായ്ക്കണ്ടിയായിരുന്നു 3 വർഷക്കാലം ആ കാലഘട്ടത്തിൽ സിംഗപ്പൂരിലുണ്ടായിരുന്ന അക്കൗണ്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. അതായത് പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് 75 കോടി രൂപയും അതേപോലെ 178 കോടി രൂപ അധികമായി വരുന്ന തുകയും കൂട്ടുമ്പോൾ 253 കോടി രൂപ അപ്പോൾ തന്നെ അടിച്ചെടുത്തു ആര്? പിണറായി വിജയൻ. ചിലപ്പോൾ കുറേ ഓഹരി പോയിട്ടുണ്ടാവും, എന്തായാലും 200 കോടി രൂപ പിണറായി വിജയൻ അടിച്ചു കിട്ടി. ഇങ്ങനെ ഇതുണ്ടായ സംഭവത്തിൻ്റെ രേഖ ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് ആരാ തട്ടിക്കൊണ്ടുപോയത്? മുഹമ്മദ് റിയാസാണ്. ഓഫീസ് കത്തിച്ച ശേഷം 25 ദിവസമാണ് അതിൻ്റെ പേരിൽ മുഹമ്മദ് റിയാസ് ജയിലിൽ കടന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഈ രേഖ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ്റെ മകളെ വീണ വിജയനെ അദ്ദേഹം കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും വീണ വിജയനെ കല്യാണം കഴിക്കില്ല. അതുമാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മുഹമ്മദ് റിയാസ് എൻ്റെ ഭാര്യ ആരായിരുന്നു? ആദ്യം SFI നേതാവായിരുന്നു, സമുന്നതയായ ഒരു SFI നേതാവായിരുന്നു. ആ നേതാവിനെ കല്യാണം കഴിച്ച് 2 കുട്ടികളായി. എന്നിട്ട് എന്താ ചെയ്തത് അറിയാമോ? അതേ കഴുത്തിന് കുത്തിപ്പിടിച്ച് നാഭിക്ക് ചവിട്ടിയിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിന്നേക്കാൾ സുന്ദരിയായ അഭിസാരികളെ പാളയം മാർക്കറ്റിൽ കിട്ടും 50 രൂപയ്ക്ക്, പിന്നെ ആർക്ക് വേണടി നിന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞതു എന്നാണ് ഈ പറയുന്ന ഭാര്യ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞത്. അങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അല്ലാതെ എങ്ങനെ മോളെ കെട്ടിച്ചു കൊടുക്കും? ലോകത്തിൽ ആരും കെട്ടിച്ചു കൊടുക്കുമോ? പക്ഷേ പിണറായി വിജയനെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ രേഖ കോടതിയിലെത്തും, പിണറായി വിജയൻ ജയിലിലാകും. അത്രയും സുപ്രധാന രേഖകളാണ് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് അടിച്ചുകൊണ്ടത്. ഇപ്പോൾ ഈ മന്ത്രി എന്തിനാണ് ഈ 2 വകുപ്പാണ്, സുപ്രധാന വകുപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് റോഡ് പൊതുമരാമത്ത് വകുപ്പ്, 2 ടൂറിസം. ഈ വകുപ്പിലൂടെ കോടാനുകോടി രൂപയാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അദ്ദേഹം അടിച്ചുണ്ടാക്കിയത്. വിദേശത്ത് അദ്ദേഹം ബിനാമി അക്കൗണ്ടുകളിൽ കോടാനുകോടി രൂപയാണ് ഫാരിസ് അബൂബക്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അക്കൗണ്ട് വഴി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ബിനാമി സ്വത്തുക്കൾ വഴി ഇവരെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പിണറായി വിജയൻ എല്ലാ കളികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശൈല ടീച്ചറെ വെട്ടിമാറ്റി, അങ്ങനെ പ്രമുഖരായ ആൾക്കാരെയൊക്കെ വെട്ടിമാറ്റി. അതിൻ്റെ ഭാഗമാണ് സുധാകരനെ അടക്കം വെട്ടിമാറ്റിയത്. സമുന്നതനായ പാരമ്പര്യമുള്ള തികച്ചും ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്ന അഴിമതി രഹിതനായ സുധാകരൻ നാടിൻ്റെ അഭിമാനമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതീകമാണ്. VS അച്യുതാനന്ദന് ശേഷം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ ഏറ്റവും അധികം സത്യസന്ധനായ നേതാവ് ആരാന്ന് വെച്ചാൽ സുധാകരനാണ്. ഒരു അഴിമതി നടത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണമില്ല, എന്നാലും അദ്ദേഹത്തെ മത്സരിപ്പിക്കില്ല. കാരണം പിണറായി വിജയന് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണം. ആദ്യം പിണറായി വിജയനെ മുഖ്യമന്ത്രിയാവണം, എന്നിട്ട് ആരെ മുഖ്യമന്ത്രിയാക്കണം? മുഹമ്മദ് റിയാസിനെ. ഇതിനെയുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ പണിയുന്നത്. ആ പണിയുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാ കളികളും നടക്കുന്നത്. ആ കളികളുടെ ഭാഗമായി ഈ അടുത്ത കാലത്ത് റോഡ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡ് കഷ്ണം മുറിച്ച് പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനമാണ് ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പുറത്ത് റിയാസും കൂടി നടത്തിയത്. നാണക്കേടെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? കോഴിക്കോട് ജില്ലയിൽ ഈ പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ സ്ഥാനം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തത്. ആ ജനങ്ങൾ കൂവി ഓട്ടിക്കുകയാണ്. നോക്കിയിട്ട് ഒരു നാണവുമില്ലാതെ നീങ്ങി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. എത്രയും നാണം കെട്ടവനാണ് പിണറായി വിജയൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മുഹമ്മദ് റിയാസ് എത്രമാത്രം നാണം കെട്ടവനാണ്, തട്ടിപ്പുകാരനാണ്, എത്രമാത്രം ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ കൂവലും അതേപോലെ അത് നോക്കി ഇളിച്ചു നിൽക്കുന്ന മുഹമ്മദ് റിയാസും. ഇതാണ് നാട്ടിൽ മുഹമ്മദ് റിയാസിൻ്റെ സ്ഥിതി, പിണറായി വിജയൻ്റെ സ്ഥിതി. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ 61% ജനങ്ങൾ പിണറായി വിജയനെതിരാണ്. സാധാരണ CPM അണികൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ പിണറായി വിജയനെതിരാണ്. കാരണം സുധാകരനെ പോലുള്ള പാരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് മൂല്യം കാത്തുസൂക്ഷിക്കുന്ന നേതാക്കന്മാരെയെല്ലാം വെട്ടി വീഴ്ത്തി മൂലക്കിട്ട് പിണറായി വിജയൻ എന്ന അധോലോക മാഫിയക്കാരനാണ് CPM-നെ ഇപ്പോൾ ഭരിക്കുന്നതും അതിനെ നയിക്കുന്നതും അതിനെ ഉപയോഗിച്ച് തട്ടിപ്പുകളെല്ലാം നടക്കുന്നതും. അതിൻ്റെ ഭാഗം തന്നെയാണ് മുഹമ്മദ് റിയാസ്. കോഴിക്കോട് മുഹമ്മദ് റിയാസ് വളരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഒരിക്കൽ എൻ്റെ ഓഫീസ് ആക്രമിച്ചിട്ടും ഞാൻ അദ്ദേഹം രക്ഷപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞി അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഓഫീസ് ആക്രമണത്തിൽ എനിക്കിനി പരാതിയൊന്നുമില്ല, അദ്ദേഹം നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന്. പക്ഷെ അദ്ദേഹം നന്നായില്ല. അദ്ദേഹം മുടിയനായ പുത്രനായി വളർന്നു. ഇപ്പോൾ ജനങ്ങൾ തട്ടിപ്പുകാരനായി വെട്ടിപ്പുകാരനായി കേരളത്തിലെ ഏറ്റവും അധോലോക മാഫിയയുടെ ഭാഗമായി മാറിയിരിക്കുന്നു പിണറായി വിജയനോടൊപ്പം എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.